നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൌരത്വ വിഷയത്തിൽ മുസ്ലിം വിഭാഗത്തിനു വേണ്ടി മുഖ്യമന്ത്രി കണ്ണീരൊഴുക്കുമ്പോൾ ലക്ഷ്യം മുസ്ലിം വോട്ട് ബാങ്ക് മാത്രമാണെന്ന് UDF കൺവീനർ MM ഹസൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കൽ ആരംഭിച്ചു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് പ്രസിദ്ധീകരണത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ PRD ഡയറക്ടർ മാപ്പ് പറയണമെന്ന് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സമിതി. ഗോപാലൻ ഗുരുക്കൾ സ്മാരക CBN കേരള കളരി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുസ്മരണ 2024 പരിപാടികൾക്ക് തുടക്കമായി. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. പൌരത്വ വിഷയത്തിൽ മുസ്ലിം വിഭാഗത്തിനു വേണ്ടി മുഖ്യമന്ത്രി കണ്ണീരൊഴുക്കുമ്പോൾ ലക്ഷ്യം മുസ്ലിം വോട്ട് ബാങ്ക് മാത്രമാണെന്ന് UDF കൺവീനർ MM ഹസൻ. കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതം പൗരത്വത്തിന്റെ മാനദണ്ഡമല്ല. അതുകൊണ്ട് ഇത് ഭരണഘടനാ ലംഘനമാണ്, മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ്, മനുഷ്യ അവകാശങ്ങളുടെ ലംഘനമാണ്, ലോകത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് അതിലെ ലംഘനമാണ്. മുഖ്യമന്ത്രി ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് പിടിക്കാൻ വേണ്ടി പൗരത്വ നിയമത്തെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞങ്ങള് യഥാർത്ഥത്തിൽ നിയമം കൊണ്ടുവന്ന മോഡിയല്ല അദ്ദേഹം പിൻ പോയിന്റ് ചെയ്യുന്നത്. BJPയോടുള്ളതിനേക്കാൾ അദ്ദേഹത്തിന് വാശി കോൺഗ്രസ് ഈ നിയമത്തിൽ വിളിച്ചു വയ്ക്കും. ബില്ല് അവതരിക്കുമ്പോൾ നിയമസഭ നിയമം പാസാക്കുകയും ഇതിന്റെ പ്രമേയം പാസാക്കുമ്പോൾ പാർലമെന്റിൽ ഇത് വരുമ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ സോണിയാഗാന്ധിയുടെ വീട്ടിൽ അന്നാരമിരുന്ന് കഴിഞ്ഞ് കോൺഗ്രസ് അംഗങ്ങൾ ഇത് എതിർത്തിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞ് അങ്ങ് കയറിപ്പോവുകയാണ്. മുഖ്യമന്ത്രിക്ക് പൗരത്വ നിയമം പിൻവലിക്കണമെന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കൽ ആരംഭിച്ചു. കോഴിക്കോട്, വടകര മണ്ഡലങ്ങളിലേക്ക് കോഴിക്കോട് കലക്ടറേറ്റിലാണ് സമർപ്പിക്കേണ്ടത്. പത്രിക നൽകാനുള്ള അവസാന ദിവസം ഏപ്രിൽ 4 അവധി ദിനങ്ങളായ മാർച്ച് 29-നും 31-നും ഏപ്രിൽ 1-നും പത്രിക സ്വീകരിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ ഏപ്രിൽ 28 മുതൽ നൽകാം. വരണാധികാരിക്കോ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട ഉപവരണാധികാരിക്കോ ആണ് പത്രിക നൽകേണ്ടത്. കോഴിക്കോട് മണ്ഡലത്തിന്റെ വരണാധികാരി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും ഉപവരണാധികാരി സബ് കളക്ടർ ഹർഷിൽ R മീണയുമാണ്. ADM K അജീഷാണ് വടകര മണ്ഡലത്തിന്റെ വരണാധികാരി. ഉപവരണാധികാരി വടകര RDO അൻവർ സാദത്ത്. കളക്ടറേറ്റിൽ വെച്ചാണ് ഇരു മണ്ഡലങ്ങളിലേക്കുമുള്ള നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് പത്രിക സ്വീകരിക്കുന്ന സമയം. അവസാന തീയതി ഏപ്രിൽ 4. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധി ദിനങ്ങളായ മാർച്ച് 29, 31, ഏപ്രിൽ 1 തീയതികളിൽ പത്രികാ സമർപ്പണം ഉണ്ടാവില്ല. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-ന് നടക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 8. സ്ഥാനാർത്ഥിക്ക് നേരിട്ടോ പിന്തുണയ്ക്കുന്നയാൾക്കോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പിന്തുണയ്ക്കുന്നയാൾ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടറായിരിക്കണം. അംഗീകൃത ദേശീയ സംസ്ഥാന പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ ഒരാൾ മാത്രം പിന്തുണച്ചാൽ മതി. മറ്റു പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും 10 വോട്ടർമാരുടെ പിന്തുണ ഉണ്ടായിരിക്കണം. ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി 4 പത്രിക വരെ നൽകാവുന്നതും 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കാവുന്നതുമാണ്. പത്രിക സമർപ്പിക്കുമ്പോൾ ഫോറം 26-ലുള്ള സത്യവാങ്മൂലം മുദ്രപത്രത്തിൽ തയ്യാറാക്കി നോട്ടറി അല്ലെങ്കിൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് സാക്ഷ്യപ്പെടുത്തി നൽകണം. സാക്ഷ്യപത്രത്തിൽ സ്ഥാനാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യത, സ്വത്ത് വിവരങ്ങൾ, ക്രിമിനൽ പശ്ചാത്തലം, രാഷ്ട്രീയ കക്ഷി ബന്ധം, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ വിവരം എന്നിവ ഉൾപ്പെടുത്തണം. ഇത്തരത്തിൽ സ്ഥാനാർത്ഥി സമർപ്പിക്കുന്ന സാക്ഷ്യപത്രം പൊതുജനങ്ങളുടെ അറിവിലേക്കായി വരണാധികാരി പ്രസിദ്ധീകരിക്കും. പത്രിക സമർപ്പിക്കുമ്പോൾ 25,000 രൂപ ചലാനായോ പണമായോ കെട്ടിവെക്കണം.
പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന സാഹചര്യത്തിൽ 12,500 രൂപ കെട്ടിവെച്ചാൽ മതി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് പ്രസിദ്ധീകരണത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ PRD ഡയറക്ടർ മാപ്പ് പറയണമെന്ന് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സമിതി. ഇത് സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയായിരുന്നു സമിതി അംഗങ്ങൾ. ഈ പ്രസിദ്ധീകരണത്തിന്റെ അകത്ത് 11ാമത്തെ പേജിൽ പറയുന്നത് 2011-2016 കാലഘട്ടത്തിൽ UDF ഭരിക്കുന്ന സമയത്ത് കേരളത്തിൽ ക്ഷേമ പെൻഷൻ 10 മാസം മുതൽ 25 മാസം വരെ കുടിശ്ശികയുണ്ടായിരുന്നു. സർക്കാർ ചെലവിൽ നമ്മുടെ പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് തികച്ചും അവാസ്തവമായ കാര്യങ്ങൾ ജനങ്ങളുടെ പ്രചരിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം എന്ന പേരിൽ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണത്തിൽ 2011-16 കാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ വിവിധ ക്ഷേമ പെൻഷനുകൾ 10 മാസം മുതൽ 25 മാസം വരെ കുടിശ്ശിക വരുത്തിയെന്ന ആരോപണം വസ്തുതാവിരുദ്ധവും അപകീർത്തികരവുമാണെന്ന് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സമിതി പറഞ്ഞു. പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് 2014 നവംബർ മുതൽ 2015 ജനുവരി വരെ 3 മാസം മാത്രമാണെന്ന് വ്യക്തമായിരിക്കെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും UDF പ്രസ്ഥാനത്തെയും അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്തതെന്നും സമിതി കുറ്റപ്പെടുത്തി. വളഞ്ഞ വഴിക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന ഉദ്ദേശത്തോടെ പ്രസിദ്ധീകരിച്ച ഈ രേഖ പിൻവലിച്ച് ക്ഷമാപണം ചെയ്യാൻ പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്റർ കൂടിയായ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ തയ്യാറാകണമെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ സിവിലായും ക്രിമിനലായും നടപടി സ്വീകരിക്കുമെന്നും രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സമിതി ചെയർമാൻ മാടഞ്ചേരി സത്യനാഥൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിയമസഭയിൽ ഇത് സംബന്ധമായ വ്യക്തമായ രേഖകൾ ഉണ്ടായിരിക്കെ കേരളത്തിന്റെ ബഹുമാന്യനായ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ ഡയറക്ടർ തികച്ചും വ്യാജമായ ഒരു സാധനം ഇങ്ങനെ അച്ചടിച്ച് വീടുകളിൽ കൊടുക്കുക. നിയമസഭാ പ്രസംഗം എന്ന വ്യാജാനിയാണ് ഈ രാഷ്ട്രീയ ആരോപണം. സോ മാർക്സിസ്റ്റ് പാർട്ടി AKG സെന്റർ നടത്തിയ ഒരു ലഘുലേഖയാണെങ്കിൽ പ്രയാസമില്ല, കാരണം അത് രാഷ്ട്രീയമാണ്. പക്ഷെ നിങ്ങളെയും എന്റെയും നികുതി പണം എടുത്തുകൊണ്ട് ഈ രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ എന്തായാലും PRD ഡയറക്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയുടെ ഫണ്ട് പിടിച്ചെടുത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ UDF കൺവീനർ MM ഹസൻ. ഇതിലൂടെ കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെ തന്നെ ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്നും ഇത്തരം നടപടികളിലൂടെ BJPക്ക് ജയിക്കാമെന്ന ധാരണ വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. AICCയുടെ ഫണ്ട് ഫ്രീസ് ചെയ്ത ഇന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 523.87 കോടി രൂപയുടെ ഒരു ഡിമാൻഡ് നോട്ടീസ് കൂടെ അയച്ചിരിക്കുകയാണ്. നേരത്തെ 200 കോടിയിലധികം രൂപയുടെ ഫണ്ട് ഫ്രീസ് ചെയ്യും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ബലാത്കാരമായി ഒരു 335 കോടി രൂപ ഇൻകം ടാക്സ് ഡ്യൂസ് എന്ന് പറഞ്ഞ ആ ഫണ്ടിൽ നിന്ന് അവര് ബലമായിട്ട് എടുത്തുകൊണ്ട് പോവുകയും കോൺഗ്രസ് പ്രസിഡന്റും മുൻ പ്രസിഡന്റുമാരായ സോണിയാജിയും രാഹുൽ ഗാന്ധിയും എല്ലാം ഡൽഹിയിൽ മാധ്യമ സമ്മേളനത്തിൽ ഈ ഫണ്ട് ഫ്രീസ് ചെയ്തതിനെയും ബലമായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ പണം പിടിച്ചെടുത്തതിനെയും കുറിച്ച് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യവ്യാപകമായി ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി ആ കക്ഷിയുടെ ഫണ്ട് ഫ്രീസ് ചെയ്യുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം,
സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലേ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഗോപാലൻ ഗുരുക്കൾ സ്മാരക CVN കേരള കളരി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുസ്മരണ 2024 പരിപാടികൾക്ക് തുടക്കമായി. MLA തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഗുരുസ്മരണ 2024 എന്ന പരിപാടി തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് മർമ്മ ചികിത്സ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു. എല്ലുപൊട്ടികളൊക്കെ ഗുരുക്കള് കളരിയിൽ പോയിട്ടാണ് സാധാരണ നിലയിൽ നമ്മളത് ചികിത്സ നടത്തിയിരുന്നത്. ശരിയായിട്ട് മാറിയിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഒട്ടേറെ അനുഭവങ്ങൾ എന്റെ മുമ്പാകെ ഉണ്ട്. സ്വാഗത സംഘം ചെയർമാൻ C. മധുകുമാർ അധ്യക്ഷനായിരുന്നു. 122 INF ബറ്റാലിയൻ മദ്രാസ് കമാൻഡിംഗ് ഓഫീസർ കേണൽ D. നവീൻ ബെൻജിത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഗവാസ്, വാർഡ് കൌൺസിലർ N. ശിവപ്രസാദ്, ഇന്റലിജൻസ് DYSP KK ബിജുരാജ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ അലക്സ് P. ജേക്കബ്, മധു ബിലാത്തികുളം തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് കളരിപ്പയറ്റടക്കമുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് മെയ് 1-ാം തീയതി ഈസ്റ്റ് ഹിൽ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പും ഓഗസ്റ്റ് 28-ന് മെഗാ കളരി വന്ദനവും നടക്കും. പരിപാടിയിൽ ഗോവ ഗവർണർ PH ശ്രീധരൻപിള്ള പങ്കെടുക്കും. ജൂലൈയിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറും സംഘടിപ്പിക്കും. ഒക്ടോബർ 20-ന് കാരപ്പറമ്പ് സ്കൂളിലാണ് പരിപാടികളുടെ സമാപനം. ഗുരുസ്മരണയുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി എളമരം കരീമിന് ബൂത്ത് 26 തട്ടാടത്തിങ്കാവ് സ്കൂളിന് സമീപം സ്വീകരണം നൽകി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണകുമാരി, കൺവീനർ KK ശിവദാസൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വൻ ജനാവലി സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ തട്ടാടത്തിക്കാവ് സ്കൂളിന് സമീപമെത്തി. കമ്മിറ്റി ചെയർമാനായ K. കൃഷ്ണകുമാരി, കൺവീനർ KV ശിവദാസൻ എന്നിവർ മാലയിട്ട് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ ജനങ്ങളുടെയും സ്റ്റേറ്റിന്റെയും പ്രശ്നങ്ങളെ ആസ്പദമാക്കി പാർലമെന്റിനകത്തും പുറത്തും പ്രക്ഷോഭവും സമരവും നടത്താൻ ഞങ്ങൾ മടിക്കില്ല. കർഷക നിയമങ്ങൾ 3 കോർപ്പറേറ്റുകൾക്ക് കൃഷിഭൂമി തീരെഴുതി കൊടുക്കുന്ന നിയമം പാസാക്കുന്ന ഘട്ടത്തിൽ രാജ്യസഭയിൽ ഞങ്ങൾ ബഹളമുണ്ടാക്കി. ഒരു ഭേദഗതിയും അംഗീകരിക്കുന്നില്ല, എല്ലാം ബുൾഡോസ് ചെയ്യാം. അവസാനം അവർ അവതരിപ്പിച്ച ബില്ല് വലിച്ചു കീറി അവരുടെ മുഖത്തേക്കിട്ട് പ്രക്ഷോഭമായി ഇറങ്ങി 12 പേരെ അന്ന് സസ്പെൻഡ് ചെയ്യുന്നു, ഞാൻ ഉൾപ്പെടെ. പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സമീപകാലത്തൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മളിവിടെ സമരം ചെയ്ത് ജീവിച്ചിട്ടല്ലേ അങ്ങോട്ട് പോയത്, അത് മറക്കാൻ പറ്റും. ഞങ്ങൾ പുറത്തിറങ്ങി. മഹാത്മാജിയുടെ ഒരു പ്രതിമയുണ്ട് പാർലമെന്റ് കോമ്പൗണ്ടിൽ. ആ പ്രതിമ ഉപേക്ഷിച്ചിട്ടാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ മറ്റൊരു പോയത്. ആ പ്രതിമയുടെ മുമ്പിൽ ഇരുന്നു. സസ്പെൻഷൻ അവസാനിക്കുന്നവരെ രാപ്പകൽ സത്യാഗ്രഹമായിരുന്നു. ചടങ്ങിൽ K. കൃഷ്ണകുമാരി അധ്യക്ഷയായി. മണ്ഡലം MLAയും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ്, T. രാധാഗോപി, M. ഗിരീഷ്, KV ശിവദാസൻ, ബേപ്പൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ മുരളി മുണ്ടേങ്ങാട്ട്, പ്രകാശൻ കറുത്തെടത്ത്, വീരാൻകുട്ടി, റിയാസ്, KC അനൂപ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ. ഹനുമാൻ സേന ഭാരത് 10ാം സംസ്ഥാന പ്രതിനിധി സമ്മേളനം മാർച്ച് 31-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഹനുമാൻ സേന ഭാരതിന്റെ 10ാം സംസ്ഥാന പ്രതിനിധി സമ്മേളനം മാർച്ച് 31-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ സിദ്ധാർത്ഥ് നഗറിൽ നടത്തപ്പെടുന്നു. വളരെ വിപുലമായ രീതിയിലാണ് 10ാം വാർഷികം ആഘോഷിക്കുന്നത്. സമൂഹത്തിലെ
ഉന്നതരായ സന്യാസി വര്യന്മാരും സാംസ്കാരിക സാമുദായിക നേതാക്കന്മാരും മറ്റേ ആധ്യാത്മിക പണ്ഡിതന്മാരും പങ്കെടുക്കുന്ന പരിപാടി വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങൾ വിതരണം ചെയ്യും. പ്രസ്തുത പ്രതിനിധി സമ്മേളനത്തിൽ പൊതു സമ്മേളനം പാലക്കാട് വ്യാസ പരമാത്മ പീഠം മഠാധിപതി സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. സദ്ഗുരു ശ്രീ വ്യാസാനന്ദ ശിവയോഗി ഹനുമാൻ സേന ഭാരതിന്റെ 10ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശ്രീ മാതാ അംബിക ചൈതന്യമയി ദേവി മഹാകുംഭാഭിഷേകം ഉദ്ഘാടനം നിർവഹിക്കും. ശ്രീരംഗസ്വാമികൾ, സ്വാമി പ്രണവാനന്ദ റാം, ഡോക്ടർ കുമാരി സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുക്കും. സന്യാസി ശ്രേഷ്ഠന്മാർ, ആധ്യാത്മികാചാര്യന്മാർ, സാമുദായിക നേതാക്കൾ, സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവരും സമ്മേളനത്തിൽ സംബന്ധിക്കും. സമ്മേളനത്തിൽ വെച്ച് ചികിത്സാ ഫണ്ട് വിതരണം, തയ്യൽ മെഷീൻ വിതരണം, വീൽചെയർ വിതരണം, ഭക്ഷ്യക്കിറ്റ് വിതരണം എന്നിവയും നടത്തുമെന്ന് ഹനുമാൻ സേന ഭാരത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇനി മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള ഗൾഫ് കപ്പൽ സർവീസുമായി ബന്ധപ്പെട്ട് കപ്പൽ കമ്പനികളുടെ ലിസ്റ്റും പാസഞ്ചർ ഇൻട്രസ്റ്റ് സർവേ ലിസ്റ്റും മലബാർ ഡെവലപ്മെന്റ് കൌൺസിലിൽ ബന്ധപ്പെട്ടവരുടെ യോഗത്തിൽ കൈമാറി. സർവേയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും യാത്രക്കാർ ഉണ്ടാകുമോ എന്ന ആശങ്ക അസ്ഥാനത്താണെന്നും പ്രസിഡന്റ് CE ചാക്കുണ്ണി പറഞ്ഞു. കേരളത്തെയും ഗൾഫിനെയും ബന്ധിപ്പിച്ച് സർവീസ് നടത്താൻ താൽപര്യമുള്ള കപ്പൽ കമ്പനികളുടെ പട്ടികയും യാത്രക്കാരുടെ താൽപര്യ സർവേ പട്ടികയും മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ മാരിടൈം ബോർഡിന് കൈമാറി. കപ്പൽ സർവീസുമായി ബന്ധപ്പെട്ട് മാരിടൈം ബോർഡ് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് MDC രേഖകൾ സമർപ്പിച്ചത്. സീസണിലും ഓഫ് സീസണിലും ഗൾഫിൽ നിന്നും യാത്രക്കാരും ചരക്കും ലഭിക്കുമോ എന്ന ആശങ്ക അസ്ഥാനത്താണെന്ന് തങ്ങൾ നടത്തിയ പ്രാഥമിക സർവേയിൽ മനസ്സിലായെന്ന് പ്രസിഡന്റ് CE ചാക്കുണ്ണി യോഗത്തെ അറിയിച്ചു. ISPC കോഡ് വരെ എയർപോർട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മലബാറുകാരാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് റേറ്റ് നോക്കുകയാണെങ്കിൽ 10,000 കൊച്ചും 22,000 കോഴിക്കോട്. അപ്പോൾ അതിലൊന്നും ഞാൻ ഡീറ്റെയിൽസ് കിടക്കുന്നില്ല. ഇങ്ങനെ ഒരു അവസരം തന്നെ നന്ദി പറയുകയുള്ളൂ. 12,500 ആൾക്കാർ മലബാറിൽ നിന്ന് ഈ കപ്പൽ സർവീസിൽ വരാൻ വേണ്ടി തയ്യാറായിട്ട് സമ്മതപത്രം, എനിക്ക് ഔദ്യോഗികമായിട്ടല്ല, അത് ഞാൻ കൈമാറാൻ പോകുന്നത്. ദുബായിൽ നിന്ന് ലക്ഷക്കണക്കിനുള്ള പേരുള്ള നിങ്ങളുടെ ദുബായിലെ കോർഡിനേറ്റർ അയച്ച റിപ്പോർട്ട്, സർവേയുടെ റിപ്പോർട്ട് ഞാൻ കൈമാറാൻ കൂടി സംസാരിക്കുന്നില്ല. മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള, CEO ഷൈൻ A ഹക്ക്, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ R ഗിരിജ, കൊച്ചി പോർട്ട് അതോറിറ്റി ട്രാഫിക് മാനേജർ വിപിൻ R മേനോത്ത് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സർക്കാരുകളുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് മാരിടൈം ബോർഡ് ചെയർമാനും മറ്റ് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളും സദസ്സിനെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക നാടക ദിനാഘോഷങ്ങളുടെ ഭാഗമായി നന്മ കോഴിക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാടക ഗാനാലാപന മത്സരം നടത്തി. നാടക പ്രവർത്തകൻ ശിവദാസ് പൊയിൽക്കാവ് മുഖ്യാതിഥിയായി. പ്രമുഖ നാടക പ്രവർത്തകരും കലാകാരന്മാരും പങ്കെടുത്തു. ലോക നാടക ദിനമായ മാർച്ച് 27-ന് നാടക കലാകാരന്മാരെ ഉൾപ്പെടുത്തിയാണ് വ്യത്യസ്തമായ പരിപാടികൾ നന്മ സംഘടിപ്പിച്ചത്. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ EK വിശാലാക്ഷി ടീച്ചർ ട്രോഫിക്ക് വേണ്ടിയുള്ള നാടക ഗാനാലാപന മത്സരം, ആദരിക്കൽ ചടങ്ങുകൾ, സമ്മാനദാനം, ലഘുനാടക അവതരണം എന്നിവ നടന്നു. പരിപാടിയിൽ നന്മ മേഖലാ പ്രസിഡന്റ് MC സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. വിവിധ പുരസ്കാരങ്ങൾക്ക് അർഹരായ PP ജയരാജ്, വിൽസൺ സാമുവൽ, ദല RS, യദു എന്നിവരെ ആദരിച്ചു. അജിത നമ്പ്യാർ വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്തി. കലാമണ്ഡലം സത്യവ്രതൻ, ഷിബു മുത്താട്ട്, മഠത്തിൽ രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാനമ്മ കുഞ്ഞുണ്ണി, ഹരീന്ദ്രൻ ഇയ്യാട്, ഗിരീഷ് ഇല്ലത്തുതാഴം തുടങ്ങിയ കലാകാരന്മാരും പരിപാടികളിൽ പങ്കെടുത്തു. തുടർന്ന് ലെസ്ലി ഹാരിയുടെ ലഘുനാടകം അരങ്ങിലെത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അമ്പലത്തിൽ ഗുരു ഭഗവതി കാവിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു. പൂജാതി കർമ്മങ്ങളും വെള്ളാട്ടുകളും ഭക്തിസാന്ദ്രമായ കലാപരിപാടികളും അരങ്ങേറി.
അമ്പലത്തിൽ ഗുരു ഭഗവതി കാവിലെ ഉത്സവ പരിപാടികൾ മാർച്ച് 27-28 തീയതികളിലായി ആചാര അനുഷ്ഠാന ചടങ്ങുകളോടെ നടന്നു. ആദ്യ ദിനം കുട്ടികളുടെ കലാപരിപാടികൾ കൊണ്ട് വേദി സമ്പന്നമായി. രണ്ടാം ദിനം ഗണപതി ഹോമം, കലശപൂജ, താലപ്പൊലി, മുത്തപ്പൻ വെള്ളാട്ട് എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ സന്നിഹിതരായി. പ്രദേശത്തെയും സമീപ സ്ഥലങ്ങളിലെയും ആളുകളും പ്രസാദ ഊട്ടിലടക്കം വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭാഷാ സമന്വയവേദി കോഴിക്കോട് സംഘടിപ്പിച്ച ചടങ്ങിൽ KP സുധീരയുടെ MT ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകം MP അബ്ദുസമദ് സമദാനി ഡോക്ടർ C രാജേന്ദ്രന് നൽകി പ്രകാശനം ചെയ്തു. PP ശ്രീധരനുണ്ണി പുസ്തകം പരിചയപ്പെടുത്തി. ഡോക്ടർ O വാസവൻ, KP സുധീര, ഡോക്ടർ R സു, KG രഘുനാഥ്, അമർനാഥ് പള്ളത്ത് എന്നിവർ സന്നിഹിതരായി. ഏകാന്തത, ഓർമ്മ, എഴുത്ത് എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ PP ശ്രീധരനുണ്ണി, ഡോക്ടർ PK രാധാമണി, KG രഘുനാഥ്, അമർനാഥ് പള്ളത്ത്, KM വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മികച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള 2023 സദയം ചാരിറ്റബിൾ ട്രസ്റ്റ് ബോച്ചെ അവാർഡ് കോഴിക്കോട് ചെറുവറ്റ സ്വദേശി KPM ഭരതന് സമർപ്പിക്കും. 4 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മെമന്റോയും അടങ്ങിയ അവാർഡ് ഏപ്രിൽ 7 കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ മുതിർന്ന അങ്കണവാടി പ്രവർത്തകരെയും അനുമോദിക്കും. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ P ശ്രീനിവാസൻ, റിട്ടയർഡ് പ്രധാനാധ്യാപകൻ N പ്രേമരാജൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകരായ K മോഹൻദാസ്, സർവദമനൻ കുന്നമംഗലം, ട്രസ്റ്റ് ജനറൽ കൺവീനർ P ശിവപ്രസാദ് എന്നീ ജൂറികളാണ് അവാർഡ് ജേതാവിനെ നിർണയിച്ചത്. വാർത്താസമ്മേളനത്തിൽ സർവദമനൻ കുന്നമംഗലം, P ശിവപ്രസാദ്, MK ഉദയകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൗരത്വ വിഷയത്തിൽ മുസ്ലിം വിഭാഗത്തിനു വേണ്ടി മുഖ്യമന്ത്രി കണ്ണീരൊഴുക്കുമ്പോൾ ലക്ഷ്യം മുസ്ലിം വോട്ട് ബാങ്ക് മാത്രമാണെന്ന് UDF കൺവീനർ MM ഹസൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കൽ ആരംഭിച്ചു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് പ്രസിദ്ധീകരണത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ PRD ഡയറക്ടർ മാപ്പ് പറയണമെന്ന് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സമിതി. ഗോപാലൻ ഗുരുക്കൾ സ്മാരക CBN കേരള കളരി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുസ്മരണ 2024 പരിപാടികൾക്ക് തുടക്കമായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.